ഒരു കാര്യം ചെയ്യ്, നീ ഇതിനകത്ത് കയറിക്കോ. ഫ്രിഡ്ജാണോ? പിന്നെ അവിടെ ടെൻഷൻ ആയല്ലോ, ടെൻഷൻ. ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ കയറി. ആ അവിടെ കയറി. ആ ഓക്കെ, അവിടെ ഇരുന്നോട്ടോ, ഞാൻ വരാം. ഇടയ്ക്ക് ഈ ഫ്രിഡ്ജ് തുറന്നാൽ മതി, കുറച്ച് AC കിട്ടും. തണുത്ത വെള്ളം കുടിക്കാം. വെള്ളമൊക്കെ കുടിച്ചേ. ഓ അഭിനയം പനിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി വെള്ളം. അല്ല എന്നാലും സുപ്രമോൻ അങ്ങനെ വിശ്വസിച്ചതുമാണ്. ഒരു 2 ദിവസം കൂടി പിടിക്കണം അങ്ങനെ പനിയാന്ന് പറഞ്ഞിട്ട്. ഓ ശരി. അതെന്നാ പോയേ? ഇതാണോ ഇനി ആ സെർവന്റ്? ഇയാളെന്ത് ഒളിമ്പിക്സിന് മത്സരിച്ച് ഫ്രിഡ്ജിന്റെ അകത്ത് പ്രേതം ബിയർ വല്ലതും തണുപ്പിക്കാൻ കൊണ്ട് വെച്ച് എടുക്കാൻ വന്നതായിരിക്കും. കണ്ടതാ. ഞാനിനി അതിന്റെ ഉള്ളിൽ പോയില്ല. എനിക്ക് അയ്യോ ഈ കയ്യങ്ങനെ പൊന്തി വന്ന് അവിടെ തന്നെ. ആ സത്യം, എന്റെ വെള്ളം വാങ്ങി കുടിച്ച് വെള്ളം വന്ന് തന്റെ വെള്ളം കുടിച്ചു. എന്നാ പിന്നെ പ്രേതം ആ പരിമർത്ത് കാണുമായിരിക്കും. ഇനി വെള്ളം കിട്ടാതെ ചത്തുവായിരിക്കും. ആ ചിലപ്പോ വല്ല വേനൽ അവധിക്ക് വന്ന വല്ല പ്രേതമായിരിക്കും. വല്ല സമ്മർ വെക്കേഷൻ ഇവിടെ വന്നേച്ച്. ആ പാണ്ഡീന്റെ വല്ല വല്യമ്മ മൂത്തമ്മയായിട്ടായിരിക്കണം. പാണ്ഡിയുടെ വല്യമ്മ മൂത്തമ്മയോ? പല്ല് കണ്ടോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നാട്ടുകാരല്ലേ ഇതാന്ന് പോയി നോക്കിയേ. ഇവിടെ ആകെ ഇപ്പൊ ധൈര്യമുള്ള ഞാനേ ഉള്ളു. ഒന്ന് പോയി നോക്ക്. കൊന്തം പോയാലും കൊന്തത്തിലാണെങ്കിൽ നമ്മൾ തപ്പണല്ലോ സാധനം. കുടത്തിലല്ല പറഞ്ഞാ കുടിക്കും. ഈശ്വര, ഇനി ആ പാണ്ഡീന്റെ വല്യമ്മ മൂത്തമ്മ അമ്മമ്മേറ്റായിരിക്കോ? എന്നാലും ഈ കൊല്ലത്ത് എവിടെ പോയി? വീട്ടിലെല്ലാവർക്കും ഭ്രാന്താന്ന് തോന്നുന്നു. അതെ, തീരുമ്പോ എല്ലാരും വന്ന് പ്രേതത്തെ കണ്ടു ഇവിടെ ഒരു കറുത്ത ഉടുപ്പിട്ട് ചുരുണ്ട മുടിയുള്ള പ്രേതമാണ്. അങ്ങനെയാണ് കേൾക്കുന്നത്. കാരിക്കേച്ചർ അനുസരിച്ച് നാം കണ്ടില്ല. ഇനി ഞാനിനി കറുത്ത ഉടുപ്പിട്ടുണ്ട് നടക്കുന്നുണ്ട്. ഇനി എല്ലാവരും കണ്ടേ അതൊന്നും എനിക്കറിയത്തില്ല. എന്റെ മുമ്പിലും പ്രേതമൊന്നും വന്നില്ല. ദേവസ് ചാടി വരുന്ന ആ വരോ കണ്ട ഒളിമ്പിക്സിൽ ഓടുന്ന പോലെ ഓടുന്നത്. ആ പുള്ളിക്ക് ഭ്രാന്താണ്. ഇനി നിന്നെ കാണാൻ വന്നത് ഏതെങ്കിലും കടം മേടിച്ച പ്രേതം? ഇതൊന്നും കടം മേടിച്ച പ്രേതം. ശോഭന എന്തായാലും എന്നോട് കള്ളം പറയത്തില്ല. ദേവസി കള്ളം പറഞ്ഞാൽ ദേവസിയൊക്കെ ചുമ്മാ തട്ടിവിട്ടായിരിക്കണേ. പക്ഷെ അകത്ത് കയറുമ്പോൾ പ്രേതത്തെ കാണുന്നുമില്ല. ആകെ ഇവിടെ എന്റെ അറിവിലുള്ള ഒരു പ്രേതം മുത്തുവിന്റെ തന്തയാണ്. സ്ത്രീയാന്നാ കേട്ടത്. സ്ത്രീയാണല്ലേ? നൂഡിൽസ് തലമുടിയുള്ള ഒരു സ്ത്രീ. ഇതൊക്കെ മറ്റേ ഇലൂഷനാണോടാ? ലൂസ് മോഷൻ ഒന്നും അല്ല. നീ കേട്ടോ, അതെ നമുക്കും തപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞോ, എനിക്ക് പ്രേതത്തിനൊന്നും ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല. പ്രേതത്തെ പ്രേമിച്ചേച്ച് നിന്റെ പിടിച്ചോണ്ട് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി അത് സൈനും ചെയ്യിച്ചേച്ച് കല്യാണം കഴിപ്പിച്ച് നിന്റെ കൂടെ കിടത്താനല്ല. അല്ല, എന്നാലും പ്രേതം എന്നൊക്കെ പറയുമ്പോൾ എനിക്കിഷ്ടമല്ല. എന്തോ വെള്ളത്തിലുണ്ടല്ലോ പ്രേതം എന്നൊക്കെ പറഞ്ഞു. നമുക്കൊന്നും പേടിയുണ്ടേ അത് പറഞ്ഞേ. പോയി നോക്കാം. എന്നാ ബാ. வீடு வாடகைக்கு கொடுக்கும்போது என்ன சொல்லி கொடுத்தேன்? நான் வீடு வாடகைக்கு கொடுக்கும்போது என்ன சொல்லி கொடுத்தேன்? അവളും പുറത്തു പോയി. മറ്റേ ആ പുള്ളിയുടെ സാധനം മേടിക്കാൻ പോയി. ഒന്നും കഴിക്കാനില്ല, ഞാൻ കൊണ്ടുവന്നില്ല. നോക്കട്ടെ, ചില്ലറ വല്ലതും ഉണ്ടെങ്കിൽ തരാം. ഞാൻ നൻപണ്ടാ മുത്തു. ആ പുള്ളി താഴെ ഇല്ല. അപ്പൊ പുള്ളിയുടെ കൂടെ കൂട്ടി 5 രൂപ വെച്ചോ. മേളിൽ കടയുണ്ട് കേട്ടോ. ഇവിടെ വടപ്പാവല്ലോ കിട്ടും, അത് പോയി കഴിച്ചാൽ. പിച്ച വാങ്ങ வரல. நான் உன் நண்பன் முத்து. என் மூஞ்ச பார், நல்லா பார், கண்ணா பார், தெரியுதா? உன் நண்பன், பழைய நண்பன். புரியலடா, நான் கீழ் வீட்டுல இருக்கேன்டா. உன் நண்பன்டா, முத்துடா. இவனுக்கு இந்த வீட்டு ஓனர்ரா, கீழ் வீட்டு ஓனர்ரா. உனக்கு நான் தான் வீடு வாடகைக்கு கொடுத்துருக்கேன். என் நண்பனை பார்த்துமாடா உனக்கு தெரியல இவ்வளவு நேரம். മുത്തൂടാന്നൊക്കെ പറയുന്നത് നീ വല്ല കടം മേടിച്ച ആൾക്കാർ വല്ല വന്നോ? நான் உன் நண்பன்டா, முத்து. நீ முத்து? நீ முத்து அல்ல. எந்த முத்துரை கண்டா காட்டால மாதிரி இருக்க. இங்க ஒரு போனி டெயில் இருக்கு, இங்க தாடி இருக்கு, ஒரு சந்தனக்குறி இருக்கு. நான் தாண்டா அது. நான் எல்லாம் முடி வெட்டிட்டேன். நீயோ? ஆமா, நான் கடவுள் நம்பிக்கைலாம் விட்டுட்டு இப்ப இதாயிட்டேன். கடவுள் இல்லன்ற ஒரு பட்சத்துக்கு போயிட்டேன். சத்தியம்? ஆமா, நானும் செக் ചെയ്യട്ടെ. பண்ணு.
പണ്ട് IIT മതിലാടിയപ്പോ തലൊരു മരം ഉണ്ടായിരുന്നു അത് നോക്കട്ടെ. നീ എവിടെ ആയിരുന്നു? முக்கியமான வேலையா போயிருந்தேன். அதெல்லாம் நம்ம அப்புறம் பேசுவோம். நான் வீடு வாடகைக்கு கொடுப்போம் என்ன சொன்னேன்? വാടക തരണമെന്ന്. உன் வைஃப் இல்லாம வேற பொண்ணுங்களை இந்த வீட்டுக்குள்ள வரக்கூடாதுன்னு சொன்னேன்ல. அந்த நளினாஷை யாரோ ஒரு பொண்ணை கூப்பிட்டு வீட்டுக்குள்ள போனான். கூப்பிட அவனை. നളിനാശ ഇവിടെ ഉള്ളതുകൊണ്ട് 4 ജില്ലയില് ആൾക്കാർ ഇവിടുത്തെ പെണ്ണുങ്ങൾ പോയി നിൽക്കുക. அவன் உள்ள ஒரு பொண்ணை கூட்டிட்டு போயிருக்கான்டா. கூப்பிடுறா அவளை. അതിനുള്ള ധൈര്യമൊന്നും ഇല്ലടാ അവന്. நான் என் கண்ணால பார்த்தேன்டா. വരുന്നവരും പോകുന്നവരുടെ നള്ളിനകത്ത് പെണ്ണിനെ കെട്ടി എന്ന് പറയുന്നത്. கூப்பிடு அவனை கூப்பிடு கேட்போம் நம்ம. ഇതെന്ത് വാണിജ്യ ശൃംഖലയോ? ഞാൻ പോയി നോക്കട്ടെ. கூப்பிடு. உங்ககிட்ட நான் அன்னைக்கே சொன்னேன் இவன் ஃப்ராடுன்னு. நீ தான் நம்ப மாட்டேறியா? നമ്മള് വണ്ടി കയറ്റിക്കൊണ്ടിരുന്ന പോലും ഇവനൊന്നും അറിയത്തോണ്ടില്ല പറ്റിയൊന്നുമില്ല. ഇത് ഞാൻ ആരുടെയും പൊണ്ണൊന്നും എടുത്തിട്ടൊന്നുമില്ല. എടാ പൊണ്ണല്ല പൊണ്ണ് ലേഡീസ്. വിത്തൗട്ട് മൈ നോളജ് ഈ വീട്ടിൽ ലേഡീസ് കയറിയെന്നോ? വിത്തൗട്ട് ഞാൻ വല്ല ദേവസ്വല്ലേ ഞാൻ. ദേവസ്വം എന്താ രാത്രി 9 മണിക്ക് അറിയാം നോർത്ത് സ്റ്റേഷനിരിക്കുന്ന പെണ്ണാന്നോ? கருத்த ட்ரெஸ் போட்டுற ஒரு பொண்ணு இவ்வளவு தூரம் முடியலாம் இருந்தது. நான் பார்த்தேன். என்கிட்ட போய் சொல்லக்கூடாது. நான் வீட்டுக்குள்ள வந்து பாக்குறேன். டேய் அப்படிமா இந்த வீட்டுக்குள்ள மட்டும் ஒரு பொண்ணு கிடைச்சதுன்னா என்னடா பண்ணலாம் இவனை? എടാ നമ്മള് കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും. കറുത്ത ഡ്രസ്സോ? இப்ப நான் வீட்டுக்குள்ள வந்து செக் பண்ணுவேன். நீயா வெளியே கூட்டு வந்துட்டீங்கன்னா உனக்கு தண்டனை கம்மி. நானா வந்து புடிச்சேன்னு உன்னை இங்க கட்டி தொங்க விட்டுருவேன். பாக்குறே நீ മനസ്സിലായില്ല എന്തോ തെറിയൊക്കെ വിളിച്ചത്. അവൻ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ ദേഷ്യപ്പെട്ടുള്ള ഒറ്റവട്ടം ഞാൻ കണ്ടിട്ടുള്ളൂ 1997. പിന്നെ കഥ പറഞ്ഞുതരാം. ഇറങ്ങി ഓടിയാലോ? അല്ല വേണ്ട, ഓടിയാലും ശരിയാവൂല. രണ്ടിനെ ഇറക്കി വേണ്ട സമയം കഴിഞ്ഞ് പ്രേതത്തെ കണ്ടുപോയി. நான் பார்த்தேன்டா இவன் கூட வந்துதுடா ஒரு பொண்ணு. நீ ஏன்டா என்ன நம்ப மாட்டற? എടീ എന്റെ കൂടെ ഒന്നും വന്നിട്ടൊന്നും ഇല്ല. എടാ തനിക്ക് വല്ല ഹാലുസിനേഷൻ ആയിരിക്കും. என்ன எதனா சொன்னா அப்புறம் அடிச்சு மூஞ்சி எல்லாம் படுத்திடுவேன் நான். എന്തോ പഴിപ്പിക്കാന്നാ പറഞ്ഞത്, എന്തോ അടി കിട്ടുമെന്നൊക്കെ. എടാ ഹാലുസിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാത്ത കണ്ടു എന്നുള്ളൊരു തോന്നല്. അതൊരു അസുഖമാണ്. അതിന്റെ 7ാമത്തെ ഘട്ടത്തിലാണ് താൻ ഇപ്പൊ നിൽക്കുന്നത്. അതിന്റെ 8ാമത്തെ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ താൻ തട്ടിക്കും. എന്റെ മുത്ത് പോകുന്നോ? നീ വിഷമിക്കണ്ടടാ, ഞാൻ ഒറ്റയ്ക്ക് എന്നെ വിടത്തില്ല. എന്റെ പെണ്ണുമ്പിള്ള ഞാൻ നോക്കിക്കോളാം. എനിക്കെന്തേലും പറ്റിയിട്ട് ഞാൻ നിന്റെ കുടുംബം നോക്കണമെന്നല്ലടാ കടപ്പാട്. അതെ നമ്പുകടാ. ഇവിടെ നോക്കിയിട്ട് ഇവിടെ എങ്ങാനും ഇല്ലെന്നുണ്ടെങ്കിൽ 2 മാസത്തെ വാടക തരൂല. അങ്ങനെയാണോ? അല്ലേ കുഴപ്പമില്ല, പോട്ടെ 3 മാസത്തെ മതി. யாரடா பார்த்தேன்? என்னடா நீ எனக்கு பயன்படுத்திட்டு யாரை பார்த்து கேள்வி சொல்லிட்டு இருக்கும் போது என்ன போல அனானா இல்லை. நீங்க போ, நான் ஒண்ணு கழிச்சுட்டு வர்றேன். பயந்ததுனால நினைக்கிறேன். பாத்ரூம் வருது எனக்கு. ஏன் திறக்க மாட்டேங்குது? உள்ள பேய் இருக்குமோ? நான் அப்பவே சொன்னேன் இவன் திருடன் கேட்டியா? அந்த பொண்ணு பாரு கருத்த ட்ரெஸ் போட்டு உக்காந்துக்குது. கேளு அவனை. എന്ത് തമ്മടുത്തര നീ കാണിച്ചത്? ഏതവളാടെ അവള് പറഞ്ഞു കൊടുക്കും. നമ്മ ഇഷ്ടത്തിലാന്ന് പറ. എന്നെ കെട്ടിക്കോളാന്ന് പറഞ്ഞല്ലോ. സിനിമയുടെ അവസരം തരാന്ന് പറഞ്ഞു. സിനിമയില് ഇവനൊക്കെ അവസരമല്ല, ഇവൻ ഉള്ളത് അവസരം തരപ്പോറാ. ഇവ എന്തോ നിന്റെ അടുത്ത് പ്രൊഫൈൽ പറഞ്ഞത്? അണ്ണന്റെ വീട്ടിലോട്ട് വാ, അണ്ണന്റെ വീടായതെന്നൊക്കെ പറഞ്ഞല്ലോ. എന്താ വീടായത്? ഞാൻ കരുതി നിങ്ങളായിരിക്കും ഇവിടുത്തെ സെർവൻസ് എന്ന്. കൊറേ സെർവൻസ് ഉണ്ടെന്ന് പറഞ്ഞു. உங்ககிட்ட நான் அப்பவே சொன்னேன் இவன் திருடனு. நீ நம்மளே இல்லையா? கருத்த ட்ரெஸ் போட்டு அந்த பொண்ணு உக்காந்துக்குது பாரு. வீடு முல்லா பேய் இருக்குன்னு என்ன ஓட விட்டு இல்லை. நீ அவனை அனுப்பவில்லை. ஃப்ராடுறா அவன். ஒண்ணு நீ வெளில போய் இல்லை, அவனை வெளில அனுப்பு. അണ്ണ എന്താണ്ടോ കൈ അടിച്ച് കാണിച്ചു. സീരിയസ് ആയിട്ട് എന്തൊരു മാറ്റം. ഇറങ്ങി പോരാൻ കണ്ടെന്ന് തോന്നുന്നു. அனுப்பு போ. അനപ്പടാ. പോ പോയിട്ടേര്. നീ എവിടെ നാടി ഇവന്റെ കൂടെ കയറി വന്നത്? എന്നെ സിനിമ ചാൻസ് ഒക്കെ തരാന്ന് പറഞ്ഞു. എന്നെ എന്നും വീഡിയോ കോൾ ചെയ്യും. വീഡിയോ കോൾ ചെയ്യാൻ നിനക്കറിയാം 24 രൂപയുടെ ഡെയിലി എന്റെ അടുത്ത് മറ്റേ മുറുക്കാൻ മേടിക്കാനാന്ന് പറഞ്ഞാൽ അവൻ റീചാർജ് ചെയ്യിപ്പിച്ചത്. അതൊന്നും എനിക്കറിയാം. നീ എന്നെ കാണാൻ വന്നാലേ നീ ഇങ്ങോട്ട് വാ. പാപ്പാ പോയിച്ചാ പാപ്പയും പോയി ഊപ്പയും പോയി. കള്ളപ്പനി പറഞ്ഞ് അവസാനം ശരിക്കുള്ള അമ്പലം പിടിച്ചു. അയ്യോ, എന്നാലും അത് ഞാൻ നേരിട്ട് കണ്ടതാ, കേട്ടിട്ടേ ഉള്ളൂ. വടേശി ചൊടലേശി എന്നത് ഇതെന്താണ്?